ഞാൻ ചങ്കോട്ട് ഞാൻ കയറാറുണ്ട്. സ്നേഹം തന്നെ എല്ലായിടത്തും. ലോകലമ്പം എന്ന് പറഞ്ഞ ലോകലമ്പാണ്. ഏതൊരു വിജയത്തിന്റെ പുറകിൽ ഒരു പെണ്ണുണ്ടെന്ന് പറയില്ലേ, അതെന്റെ ഭാര്യയും. അങ്ങനെ റൊമാൻറ്റിക് അവസാന പടത്തിലും ഒരു വേഷം തരാന്ന് പറഞ്ഞു. നമസ്കാരം. നമ്മുടെ ഇവിടെ എന്നുള്ളത് ബസ് സ്റ്റാൻഡിലും തെരുവിലും ലുലുമോളിലൊക്കെ ഡാൻസ് കളിച്ച് വൈറലായി മാറിയ അമലേട്ടനാണ്. അമലേട്ടാ നമസ്കാരം. 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 എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ? സുഖമായിട്ട് പോകണം. സുഖമായിട്ട്. പേരെന്താ? എന്റെ പേര് അജിത്ത്. എന്റെ പേര് അറിയാലോ, സ്റ്റാർട്ടിങ്ങിൽ ഒരു വൈബ് സ്റ്റാർട്ടിങ്ങിൽ വൈബ് കിട്ടിയത് നമുക്ക് ആ ഒരു വൈബ് തന്നെ പോയേക്കാം. ചേട്ടാ ഡാൻസ് ആണ് ഹിറ്റ്. എങ്ങനെ ഈ ഒരു എന്താ പറയാ ഗുണ്ടരുക്ക് വെച്ച് അങ്ങനെ തന്നെ പറയാം. കാരണം എല്ലാവരും അതാ പറയുന്നത്. ഞാൻ കമന്റ് ബോക്സ് നോക്കിയപ്പോ ആദ്യം കണ്ട കമന്റ് അതാ, ഈ ഗുണ്ടരുക്ക് വെച്ച് എങ്ങനെ കളിക്കുന്നു. മോനെ അങ്ങനെ ചേട്ടൻ കളിക്കണം. അത് വെറുതെ നമ്മ ഒരു സന്തോഷമുണ്ട് ചേട്ടൻ ഡാൻസ് കളിക്കുമ്പോഴേ. ആ ഒരു സന്തോഷം കിട്ടാൻ വേണ്ടിയാണ് ചേട്ടൻ കളിക്കണം. അത്ര ഉള്ളു ഈ സംഭവം. വേറെ ഇതിന്റെ വലിയ വലിയ ലഹരി അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. ആളുകൾക്ക് കാണുമ്പോൾ ഇങ്ങനെയൊക്കെ തോന്നുകയും ഇവൻ ഏതാണെങ്കിൽ വട്ടായി അങ്ങനെയൊക്കെ തോന്നുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. ഞാൻ രണ്ടാമത് വെക്കാൻ വേണ്ടി ചോദ്യമായിരുന്നു, ഭ്രാന്താണോ അല്ലെ പിന്നെ വല്ല മരുന്നടിച്ചിട്ടാണോ ബ്ലോക്ക് ചെയ്ത പച്ചക്ക് തന്നെയാണ് അല്ലേ. ഇങ്ങനെയാണ് സന്തോഷത്തോടെ അങ്ങനെ ചെയ്യും. എന്റെ അപ്പനായാലും ഇങ്ങനെ ആളുകളൊക്കെ ഡാൻസ് കളിക്കും, ഇങ്ങനെ ഡാൻസ് കളിക്കും. അപ്പൊ ആ ഒരു ഇതായിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഇട്ടപ്പോ അങ്ങനെ റീച്ചൊക്കെ ചെയ്യും, അങ്ങനെ വൈറലായ സംഭവം. എനിക്ക് ചേട്ടന്റെ പ്രൊഫൈല് നോക്കുവാണെങ്കിലേ ആദ്യമൊക്കെ വീടിനകത്ത് ഡാൻസ് കളിച്ചു തുടങ്ങി. പിന്നെ പെരുമ്പാവൂർ സ്റ്റാൻഡിൽ കളിച്ച ഡാൻസ് പറവൂർ ബസ് സ്റ്റാൻഡിൽ ഡാൻസ് കളിച്ചതാണ് ഏറ്റവും വൈറലായിട്ട് ചേട്ടന്റെ വീട് വൈപ്പില്ലല്ലോ? വൈപ്പിൻ ഞാറക്കലാണ്. വൈപ്പിൽ നിന്ന് എങ്ങനെ അധികം ദൂരമില്ല, ഒരു ഹാഫ് അവർ അത്രയും ദൂരം. അത്രേ ഉള്ളൂ, അരമണിക്കൂറിന് നമുക്ക് പറവൂർ ബസ് സ്റ്റാൻഡ് എത്താം. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഒരു ഞായറാഴ്ച ഒരു ചെറിയൊരു മഴയും ചെറിയൊരു ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഒരു ഉച്ചയപ്പോ ഞങ്ങൾക്ക് അങ്ങനെ തോന്നണം എനിക്കും എന്റെ അനിയൻ ഇങ്ങനെ വീഡിയോ എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ പോയി കളിച്ചതാണ് സംഭവം. അന്നേരം അവിടെ നിന്ന് ഒരു ചേട്ടനൊക്കെ ഇങ്ങനെയൊക്കെ കുറെ ചീത്തയൊക്കെ പറഞ്ഞു, ഏതാണ് ഈ പിരിവെട്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒരു പബ്ലിക് ഒരു തെരുവ് സ്ഥലമുള്ള അത്ര ആളുകളും വന്നിരിക്കുന്ന സ്ഥലം. പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ അവർ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു ചെക്കൻ. എന്താണ് ഇവന്റെ ഉദ്ദേശം, ഇവനെന്താണ് വല്ല ഭ്രാന്തായതാണെന്നാണ് അവരുടെ. അങ്ങനെ ഒന്നുമില്ല. നമ്മ ഇതേപോലെ തന്നെ ഒരു 10,000 ആളുകൾ കാണട്ടെ എന്ന് കരുതി അങ്ങനെ എടുത്ത വീഡിയോ ആണ്. അതിപ്പോ 51 ലക്ഷം പേര് 50 ലക്ഷം പേര് നടി കഴിഞ്ഞിട്ട് അത് തന്നെ വലിയ കാര്യമില്ല. അത് തന്നെ അങ്ങനെ ഒരു ദൈവം അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടി. അങ്ങനെ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസും നമുക്ക് അന്നേരം ദൈവം തന്നു. അങ്ങനെ പോകുന്നപ്പോ ഇപ്പൊ ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ നടനുമാണ്, ഒരു ഡാൻസറുമാണ്. നമുക്ക് ചേട്ടന്റെ മറ്റു വിശേഷം ചേട്ടന്റെ ഫാമിലി കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ അപ്പനമ്മ അനിയൻ വൈഫുണ്ട്, ഒരു കുഞ്ഞുവാവുണ്ട്. 2 മാസമായിട്ടുള്ളൂ. എഫ്രോൺ അമൽജോൺ ആണ് പേര്. എന്താണ്? എഫ്രോൺ അമൽജോൺ. എഫ്രോൺ പേര് പറഞ്ഞില്ല. അപ്പൊ അങ്ങനെ ഹാപ്പി ആയിട്ട് പോകും. അപ്പൊ ചേട്ടൻ ശരിക്കും ഒരു 2 വർഷ കാലയളവിലാണ് ഇത്ര ഹിറ്റ് ആയത്. അപ്പൊ ഈ 2 വർഷത്തിന് മുമ്പുള്ള അമൽ എന്തായിരുന്നു, അല്ലെങ്കിൽ ആരായിരുന്നു? അമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാ +2 തോറ്റൊരു വ്യക്തിയായിരുന്നു. ഉള്ള കാര്യം പറയാം, പഠിപ്പ് വളരെ പിന്നോട്ടാണ്. ലോകലമ്പം എന്ന് പറഞ്ഞ ലോകലമ്പായിരുന്നു. കാരണം ഞാൻ അങ്ങനെയാണ് ഉള്ള കാര്യം നമുക്ക് പറയാലോ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്. അപ്പൊ അങ്ങനെ 10ാം ക്ലാസ് ഒരു ഏകദേശം ഒരു 60-65% അത്രേ ഉള്ളൂ. ഒരു ലോവർ അങ്ങനെ ഒരു കുട്ടിയായിട്ടാണ് ഇതായത്. പിന്നെ അത്യാവശ്യം തെറുപ്പുകളും കയ്യിലിരിപ്പൊക്കെ അന്നേരം ഇങ്ങനെ മോശം വരും. അന്നേരം ആ ഒരു പ്രായമാണല്ലോ നമ്മള് ചോരത്തപ്പിന് വല്ലതും ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ +2 ആയാലും ഞാൻ ഫെയിലായി. പിന്നെ അങ്ങനെ അത് എഴുതി അങ്ങനെ എന്നെ കുറെ പേര് അന്നേരം കളിയാക്കുമായിരുന്നു. ഇങ്ങനെ നീ +2-ല്ലടാ, ജീവിതം പാഴയുടെ തോറ്റപ്പോ തന്നെ നമ്മുടെ അത്യാവശ്യം ആളുകൾക്ക് അമ്മമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയുമല്ലോ ബ്രോ. നമ്മ അങ്ങനെ ഫെയിലാന്ന് പറയുമ്പോ ഈ നിന്നെ കൊണ്ട് എന്തിനുള്ള പിന്നെ അങ്ങനെ അവര് തരും. പിന്നെ ടീച്ചർമാരായാലും നമുക്ക് ഭയങ്കര ഇതായി പോയി. പക്ഷെ ഇപ്പൊ ഉണ്ടല്ല, ഇപ്പൊ അവരുടെ കൊച്ചുമക്കൾ വരെ നമ്മുടെ വീഡിയോ കാണേ നമ്മുടെ വീഡിയോ ഉണ്ട്. അതാണ് നമ്മുടെ അത് മതി, അത് ഹാപ്പിയാണ്. പിന്നെ തിരിച്ചു വന്നിട്ടേ അല്ലെ 2 ഇരട്ടിയായിട്ട്. അടിപൊളി. ചേട്ടൻ ശരിക്കും എന്താണ് ചേട്ടന്റെ പ്രൊഫഷണലി പറയുകയാണെങ്കിൽ ചേട്ടൻ എന്താണ് പ്രൊഫഷൻ? ബ്രോ
ഇപ്പൊ ഞാൻ ഡ്രൈവറായിരുന്നു. ഞാൻ ഓട്ടോ ഓടിക്കണായിരുന്നു. ഓട്ടോ ഓടിക്കും, പിക്കപ്പ് അങ്ങനത്തെ ഓടിക്കണായിരുന്നു ഞാൻ. അങ്ങനെ ആ ഒരു ടൈമിലാണ് നമുക്ക് ദുബായിലോട്ട് ഒരു വാക്കൻസി ഇത് കിട്ടണം. അപ്പൊ അപ്പന്റെ സാറ് വഴി തന്നെയാണ് അങ്ങനെ നമുക്കൊരു ഓഫർ കിട്ടിയത്. അപ്പൊ അങ്ങനെ പോകാൻ ഒരു ടൈം പീരീഡിലായിരുന്നു. ഒരു 3 ദിവസം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ഡാൻസ് കളിച്ച് വയറിലായി. പക്ഷെ ഇപ്പൊ ഒരു പടത്തിൽ ദുബായ് പോയില്ല, അത് ക്യാൻസൽ ചെയ്തു. കാരണം നമുക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയല്ല. ഇങ്ങനെ നമുക്ക് ഫിലിം പ്രൊഡ്യൂസറിന്റെ രവി കൊട്ടാരക്കര സാറ്, സത്യകൃഷ്ണൻ സാറ്, അങ്ങനെയൊക്കെ സാർമാരൊക്കെ വിളിച്ചപ്പോ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടി. ഇങ്ങനെ സിനിമയിൽ ചാൻസ് തരാം. ഡാൻസ് വീഡിയോ അവരിങ്ങോട്ട് വിളിച്ചു. അവരുടെ ആ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലേ വലിയ വലിയ സാറന്മാരല്ലേ. അപ്പൊ നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് എന്തുവേണേലും ഇതാക്കാൻ. അപ്പൊ അങ്ങനെ നമുക്കൊരു ചാൻസ് അങ്ങനെ തന്നു. പിന്നെ ഇപ്പൊ ഒരു നങ്കൂരം എന്ന് പറഞ്ഞ പടം, സഫാൻ ഫയാസ് ആണ് അതിന്റെ ഡയറക്ടർ. അപ്പൊ അതിന്റെ പൂജയൊക്കെ ഈ കഴിഞ്ഞ ആഴ്ചയാണ് കഴിഞ്ഞത്. അവിടെ നല്ലൊരു ഹോട്ടലിൽ വെച്ചായിരുന്നു അതിന്റെ പരിപാടിയൊക്കെ. അപ്പൊ അങ്ങനെ നായകനായിട്ട് നങ്കൂരത്തിൽ നായകനായിട്ട് അങ്ങനെ ആ ഒരു സിനിമയിൽ ഒരു ഷോർട്ട് ഫിലിമായിട്ട് ചെയ്യാൻ തരികയാണ്. അപ്പൊ അങ്ങനെ ചെറിയൊരു സംഭവം. പിന്നെ അതൊരു വലിയൊരു ഇതായിട്ട് അതെ തന്നെ. ആ സിനിമയുടെ കുറച്ച് ആളുകൾ പുള്ളിക്കാരനെ ഭരിച്ചിട്ടുണ്ട്, ഫയാസ് ബ്രോയെ ഭരിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പടം പോലെ പിടിക്കാൻ പറ്റി. അപ്പൊ ഞാനത് തന്നെ, പുള്ളി എന്നെ മാറ്റിയൊന്നുമില്ല കേട്ടോ. നല്ല സ്നേഹമുള്ള വ്യക്തിയാണ്. ഒരുപാട് നന്ദി പറയാനുണ്ട്. അപ്പം നമ്മുടെ കഷ്ടപ്പാടത്ര കണ്ടിട്ടുണ്ട്. ധൂളം എന്ന് പറയണ 46 ലക്ഷം പേര് കണ്ട ഒരു ഇതിന്നാണ് ബ്രോ എന്നെ സെലക്ട് ചെയ്യണത്. അപ്പൊ അത്രയും ഒരു മീശയൊക്കെ പിടിച്ച് ഒരു ഗുണ്ടള പോലത്തെ ഒരു ഇതായിരുന്നു. അപ്പൊ അങ്ങനെ ബ്രോനെ എന്നെ അങ്ങനെ ഇഷ്ടപ്പെട്ട് അതിന് വലിയ കാര്യമില്ല ബ്രോ. നമ്മൾ എന്തോരം താഴെ കിടക്കുന്ന ആളുകളാണ്. അപ്പൊ അങ്ങനെ ആ ഒരു ഇത് കിട്ടിയല്ല നമ്മൾ 2 രീതിക്ക് സ്വീകരിച്ച് ഒരു നായകനായിട്ട് അതിന്റെ ഷൂട്ടൊക്കെ തുടങ്ങാമോ. എന്റെ സംഭവങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് വളരെ വലിയൊരു കാര്യമുണ്ട്. കാരണം ഇങ്ങനെ ഡാൻസ് കളിച്ച് നടന്നിട്ട് അത് കണ്ട് പ്രൊഡ്യൂസേഴ്സ് വിളിക്കുക, അതിനുശേഷം ഒരു സിനിമ കിട്ടുക, അതിന് നായകനായി വരിക, അല്ലേ? വലിയൊരു അച്ചീവ്മെന്റ്സ് ആണ്. നമ്മൾ പ്രതീക്ഷിക്കണില്ല. നമുക്ക് അന്നേരം മനസ്സിലായി നമ്മുടെ കഴിവ് പ്രകടിപ്പിക്കാൻ നമുക്കൊരു പ്ലാറ്റ്ഫോമാണ് എനിക്ക് സോഷ്യൽ മീഡിയ. ഞാൻ അങ്ങനെ അതിന്റെ ബഹുമാനത്തോടെയാണ് ഞാനത് കാണുന്നത്. ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എല്ലാം പല പല ഓഡിയൻസ് ആണെങ്കിൽ അവരെല്ലാവരെയും സന്തോഷിപ്പിക്കാൻ പറ്റണ്ട. അതുപോലെ തന്നെ നമ്മളെ ചീത്തയും പറയുന്ന ആളുകൾ, നെഗറ്റീവ് പറയുന്ന ആളുകളുണ്ട്. അങ്ങനെ സന്തോഷത്തോടെ അമലേട്ടന് ശരിക്കും ഡാൻസ് ആണോ അതോ അഭിനയമാണോ ഏറ്റവും ഇഷ്ടം? രണ്ടും ഇഷ്ടമാണ്. ഞാൻ രണ്ടും ചെയ്യാറുണ്ട്. ഇപ്പൊ രാവണൻ എന്ന് പറഞ്ഞ പടം, രാവണന്റെ ഒരു പാട്ട് കൊടുത്തിട്ടുണ്ട്, രാവണന്റെ ആക്ടിങ് കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും ഒരു പടത്തിന്റെ ഞാൻ ചെയ്തേക്കണം. അതേപോലെ തന്നെ ധൂൾ, മെർസലൈറ്റ്, അയ്യിലെ പാട്ട്, വിക്രം സാറിന്റെ ഒരുപാട് പാട്ടുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അഭിനയവും കുറച്ച് കോമഡിയും കൂടി ആവുമ്പോ ആളുകൾ നല്ലോണം ആസ്വദിക്കുന്നുണ്ട്. അതെനിക്ക് മനസ്സിലായി. അപ്പൊ അങ്ങനെ ചെയ്യാം. ഇപ്പൊ ചോദിക്കട്ടെ, ഇപ്പൊ ഈ സ്ട്രീറ്റ് ഡാൻസ് എന്ന് പറഞ്ഞ പുറത്ത് ഈ ഒരു സംഭവം അത്യാവശ്യം മാറാണ്. പുറം രാജ്യങ്ങളിലെല്ലാം സ്ട്രീറ്റ് ഡാൻസ് എന്ന് പറഞ്ഞൊരു പരിപാടി നമ്മൾ കണ്ടിട്ടുണ്ട്. കേരളത്തിൽ ചേട്ടനോട് ആയിരിക്കും ചിലപ്പോൾ ആദ്യമായിട്ട് വിമർശനങ്ങളുണ്ട്, പല രീതിയിൽ വിമർശനം. പക്ഷെ എങ്ങനെ, അതായത് ചേട്ടൻ അഭിനയം ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ, ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, പഠിച്ചിട്ടില്ല. അറിയാൻ പാടില്ല, അങ്ങനെ ചെയ്യണതാണ് നമ്മെ. പിന്നെ എന്തുകൊണ്ട് സ്ട്രീറ്റിൽ അല്ലെങ്കിൽ ആൾക്കാരുടെ പൊതുജനത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ഡാൻസ് കളിച്ച് നോക്കാം, അതൊരു കണ്ടന്റ് ആക്കാന്ന് തോന്നി? എവിടെ ആ ഒരു ഐഡിയ കിട്ടി? അത് ഞാനും അനിയനും കൂടിയാണ്. അതിന്റെ മെയിൻ ബ്രെയിൻ അവനാണ്. ശരിക്കും പറഞ്ഞാൽ അവൻ തന്നെ കൊടുക്കണം അതിന്റെ ക്രെഡിറ്റ്. അനിയനാണ് പറഞ്ഞ പബ്ലിക്കിൽ ചെയ്യട്ടെ, വീടിന്റെ ഉള്ളിൽ നിന്ന് ചെയ്തോണ്ടിരുന്നായിരുന്നു. അവൻ പബ്ലിക്കിൽ പോയി ചെയ്തു. അങ്ങനെയാണ് മറ്റേ മാർക്കറ്റിംഗ്, എറണാകുളം മാർക്കറ്റിലാണ് ഫസ്റ്റ് ചെയ്തത്. 5000 പേരെന്തോ കണ്ടു. അപ്പൊ 5000 ഞങ്ങൾ 10,000 വ്യൂസിന് വേണ്ടി അങ്ങനെ പറവൂർ ബസ് സ്റ്റാൻഡിൽ പോയി അങ്ങനെ കളിച്ച്. ഇപ്പൊ ഞാൻ ഈ എടുത്ത് ഓർമ്മിട്ടായിരുന്നു അക്കടം ചെങ്കിലെ തൂക്കും, അതും വയറിലായി. അപ്പൊ പിന്നെ അതുപോലെ ആവേശത്തിലൊരു പാട്ട്, ഒരു ഇല്ലുമിനാറ്റി, ടർക്കിയുടെ അത് കുറെ കേട്ടായിരുന്നു അതിന് വേണ്ടി. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം ആളുകൾ കണ്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. അത് ഇയാൾ കൊള്ളാട്ടാന്ന് പറഞ്ഞു. അല്ല, അപ്പൊ അനിയനാണ് ചേട്ടന്റെ അമലിനെ, അമലിനെ ഈ സെലിബ്രിറ്റി അമലാക്കി മാറ്റി. അതെ, അനിയനാണ് അതിന്റെ ക്രെഡിറ്റ്. കാരണം അവനല്ലേ വീഡിയോ എടുക്കണതേ. നമ്മൾ ഈ ഇതിന്റെ ക്യാമറയുടെ ബാക്കിലിരിക്കുന്ന ആളുകളെല്ലാം മറന്നു മാറണം. പക്ഷെ ഞാൻ പറയും അവന്റെ അനിയനാണ്. മാനുവൽ MJ എന്നാണ് അവന്റെ പേര്. അവനാണ് നമ്മുടെ വീഡിയോയും എല്ലാ എഡിറ്റിങ്ങും എല്ലാ സംഭവങ്ങളും ചെയ്യുന്നത്. അമലേട്ടൻ എന്റെ ചോദ്യങ്ങളെല്ലാം കട്ട് ചെയ്യിപ്പിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ അടുത്ത് ചോദിക്കാൻ വന്ന ചോദ്യങ്ങൾ അതിനു മുമ്പ് ഒത്തിരി ഞാൻ എന്ത് ചോദ്യം ചോദിക്കും? അനിയനിപ്പോ എന്ത് ചെയ്യും? അനിയനിപ്പോ ചേട്ടനോടെ ഫുൾ ടൈം ആണോ? ഇല്ല, അതുകൊണ്ട് അവന്റേതായ വർക്കുകൾ അവൻ ബിസി ആയിട്ട് നടക്കണം. കുറച്ച് ഗ്യാപ്പൊക്കെ വന്നായിരുന്നു. അവന്റെ വർക്കും പുറത്തോട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ അവൻ നോക്കണുണ്ട്. കുറച്ച് ഒരു സെപ്റ്റംബർ ആയപ്പോ, വൈറലായ ഒരു സെപ്റ്റംബർ തുടങ്ങി ഒരു മാർച്ച് വരെ ഏകദേശം ഒരു 4-5 മാസം ഗ്യാപ്പ് വന്നായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തമിഴ് ഒന്ന് ചെയ്യണം. തമിഴ് പാട്ടുകൾ അങ്ങനെ ചെയ്തതാണ്. ഒറ്റടിക്ക് പെട്ടെന്ന് 1,85 ലക്ഷം പേരാണ് ആ വീഡിയോ. നമുക്ക് കിളിവാറി പോയി. 50 ലക്ഷം പേരുടെ വീഡിയോയാണ് പറവൂർ ബസ് സ്റ്റാൻഡിൽ വൈറലായത്. ഇത് 1 കോടി അടിച്ചു. 55 ലക്ഷം പേര്.
തമിഴ്നാട്ടില് മലയാളിക്ക് നല്ല അല്ലേ? ആ നമുക്കിപ്പോ ഞാനിപ്പോ വേളാങ്കണ്ണിയിലൊക്കെ പോയപ്പോ അവിടുത്തെ ആളുകൾക്ക് മനസ്സിലാക്കാം ഇത് അവൻ താനേ അങ്ങനെ അങ്ങനെ ആ ഒരു മനസ്സിലാകുന്നുണ്ട്. ഇപ്പൊ ഞാനിപ്പോ രാവണന്റെ ഇത് കളിക്കാൻ പോയപ്പോ കോയമ്പത്തൂരുള്ള ഒരു തമിഴിനാണ്. അപ്പൊ ആ ചേട്ടൻ അണ്ണ വന്ന് ചോദിക്കണ്ടായിരുന്നു പാട്ടേണ്ട. അപ്പൊ ആ ഒരു വൈഫിനായാലും ഇങ്ങനെ കണ്ടപ്പോ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായി, ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ടുണ്ടായി. ഹാപ്പിയാണ് തമിഴ് അങ്ങനെ വേറെ സംസാരം നമ്മൾ അറിയപ്പെടുന്ന പറഞ്ഞാൽ ഇങ്ങനെ വരുമ്പോഴല്ലേ ഈ അമലാശാലിയുടെ മെയിൽ വേർഷൻ ആവുമല്ലോ. അല്ല പുള്ളിക്കാരിയുടെ ഇതിലങ്ങനെ പോകുന്നത് നമ്മുടെ രീതിയിലങ്ങനെ പോകും. വേറെ ആരെ ഒരു വിമർശിക്കാനോ കളിയാക്കാനായിട്ടൊന്നും ചേട്ടൻ അങ്ങനെ പോകാറില്ല. ചേട്ടൻ ശരിക്കും ഈ അഭിനയം എന്ന് പറയുന്ന പാഷൻ അല്ലെങ്കിൽ ആഗ്രഹമില്ലേ? എന്നാണ് തുടങ്ങിയത്? അല്ലെങ്കിൽ അത് ഇങ്ങനൊരു പ്ലാറ്റ്ഫോം കിട്ടിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഇങ്ങനെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ആവും. അപ്പൊ ഇതേപോലെ തന്നെ സിനിമയുടെ സാർമാരൊക്കെ നമ്മളെ വിളിച്ചല്ലോ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ ചെയ്തത്. സാറന്മാര് പറഞ്ഞു എടോ ഇങ്ങനെ കുറച്ച് അഭിനയത്തിന്റെയും വീഡിയോസ് ഒക്കെ ഇടാൻ ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞു. നമ്മ ചേട്ടന്മാരായാലും സാർമാരായാലും പറഞ്ഞപ്പോ പിന്നെ അങ്ങനെ അഭിനയത്തിന്റെ വീഡിയോസ് അങ്ങനെ എടുത്തു. അപ്പൊ എന്തായാലും നമുക്ക് മനസ്സിലായി. അല്ല ഇപ്പൊ ഇങ്ങനെ ഒരു നായകനായിട്ട് ഇതിപ്പോ നമുക്ക് മനസ്സിലായല്ലോ. അവരങ്ങനെ നമ്മളെ സെലക്ട് ചെയ്യൂല. മനസ്സിലായി, ഒരു നായകനായിട്ട് അത്രയും ഹൈ റിസ്ക് ഉള്ള ഒരു ഇതാണ്. അപ്പൊ അങ്ങനെ അത് കിട്ടിയപ്പോ നമുക്ക് മനസ്സിലായി നമുക്ക് അത് പറ്റും. അവരായാലും നമുക്ക് കോൺഫിഡന്റ് നമ്മൾ തിരിച്ചു കോൺഫിഡന്റ് കൊടുത്തു ബ്രോ ഞാനത് ചെയ്യാം. പക്ഷെ അതിലിപ്പോ ചോദിക്കട്ടെ, അതായത് ഇപ്പൊ ചേട്ടനിപ്പോ അത്യാവശ്യം ഡാൻസ് കളിച്ച ആൾക്കാരെ എന്റർടൈൻ ചെയ്യിച്ച് അത്യാവശ്യം തമാശ എല്ലാവരും ചിരിപ്പിക്കുന്ന ഒരാളാണ് അമൽ ചേട്ടൻ. ഇപ്പൊ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിലല്ലേ. ഇപ്പൊ ചേട്ടൻ നായകനാകുമ്പോ അതൊരു കോമഡി കലർന്ന ഒരു നായകനാകുമ്പോ അതൊരു സീരിയസ് ആയിരിക്കും, അതോ എങ്ങനെയായിരിക്കും? എന്റെ മോൻ കണ്ടിട്ട് എന്താ തോന്നുന്നത്? എങ്ങനെയാ എന്റെ മുഖം ഇരിക്കണം? ചെന്നൈ ആദ്യം കണ്ടപ്പോ കുറച്ച് സീരിയസ് ആയിരുന്നു, പക്ഷെ ഇപ്പൊ അത്യാവശ്യം നല്ല ചിരി സംസാരിക്കുമ്പോ അതൊരു കോമഡി പറയാൻ പറ്റില്ല, എന്തും പ്രതീക്ഷിക്കാം. ചിലപ്പോ റൊമാൻറ്റിക് ആയിരിക്കാം, ചിലപ്പോ വില്ലനായിരിക്കാം. അല്ല അത് തന്നെയാണ് ഞാനിവിടെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് കലിപ്പായി കഴിഞ്ഞാൽ ഞാൻ ദേഷ്യം വരും, പെട്ടെന്ന് ചിരിയും വരും. അങ്ങനെയാണ് നമ്മുടെ ഒരു ക്യാരക്ടർ. അങ്ങനെ അപ്പൊ എന്തും പ്രതീക്ഷിക്കാം, ബോംബ് പോലെ പെട്ടെന്ന് പെട്ടെന്ന് ഭാവം മാറിയപ്പോഴേ ഞാൻ ചെറുതായിട്ടൊന്ന് പതറിപ്പോയി. ചേട്ടൻ ഇപ്പൊ ദേഷ്യവും പറഞ്ഞു, അല്ലെങ്കിൽ ബീവത്സവും പറഞ്ഞു, അല്ലെങ്കിൽ ഹാസ്യവും പറഞ്ഞു, ശാന്തവും പറഞ്ഞു. ഈ റൊമാൻസിലേക്ക് കിടക്കുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും? റൊമാൻറ്റിക് ഉള്ളില് സ്നേഹം തന്നെ എല്ലായിടത്തും. റൊമാൻറ്റിക് അങ്ങനെ ഞാൻ ഇതുവരെ വീഡിയോ ചെയ്തിട്ടില്ല. ഇല്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ട് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട് അമലേട്ടൻ്റെ ഒരു റൊമാൻറ്റിക് അല്ല ഇപ്പൊ അഭിനയിക്കാൻ ഒരു സ്ത്രീ വേണമല്ല നമുക്ക് ഇതിനെ ഒരു വൈഫില്ലേ? അല്ല വൈഫുണ്ട്, എന്തായാലും പുള്ളിക്കാരിക്ക് അങ്ങനെ താല്പര്യമില്ല വീഡിയോയിൽ ഫ്രണ്ട് വരാൻ താല്പര്യമില്ല. അപ്പൊ പിന്നെ നമുക്ക് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് അങ്ങനെ ഇല്ല. ഇപ്പൊ വീഡിയോ ഞാനായാലേ ഇപ്പൊ അങ്ങനെ അങ്ങനെ നമ്മ അധികം കമ്പനി ആയില്ല. അപ്പൊ അതാണ് പിന്നെ അതിലോട്ട് തന്നെ നോക്കിയിട്ടില്ല. കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യുക, ഇപ്പൊ വില്ലൻ വേഷങ്ങളായാലും കോമഡി ആയാലും ഡാൻസ് ആയാലും അങ്ങനെ ചെയ്യുക. പിന്നെ അതാണ് മുമ്പിലുള്ളത് എന്താണോ അതിൽ പിടിച്ചങ്ങ കയറി അങ്ങ് പോവുക. അല്ലെ റൊമാൻറ്റിക് ഉള്ളിലുണ്ടെന്ന് പറഞ്ഞു. ഈ റൊമാൻറ്റിക് വെച്ചാണോ ചേച്ചിനെ കല്യാണം കഴിച്ചത്? അതെന്റെ റൊമാൻറ്റിക് ചെറിയ പ്രേമം അല്ലേ? ചെറിയ പ്രേമം ചെറുതായിട്ടൊന്നും പറയായിരുന്നെങ്കിൽ ഒരു ഒളിച്ചോട്ടം. അങ്ങനെ ലവ് മാരേജ് ആയിരുന്നു. ലവ് മാരേജ് ആണേ നമുക്ക് ഉറപ്പായിട്ടും കഥ കേൾക്കണം. എന്താ ദുരന്തകാലം ഓർമ്മിപ്പിക്കുന്ന എന്ന് തുടങ്ങി എത്ര വർഷത്തെ പ്രണയമായിരുന്നു? അത് ഏകദേശം ഒരു വർഷം. ഇപ്പൊ ഒരു കൊച്ചായി. പിന്നെ അവന് ഈ വീഡിയോ കാണൂലേ, അപ്പാ ഇതെന്താണ് അപ്പന് പറയപ്പെട്ടല്ല, അതാണ് അവൻ ചോദിക്കുപോയി. അപ്പനാള് ശരിയല്ല. പിന്നെ അതാണ് അങ്ങനെ ഉള്ളിൽ ഒതുക്കി അങ്ങനെ കൊണ്ടുപോകും. അത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ ഭംഗിയായിട്ട് പോകും. ഇപ്പൊ ചേട്ടന്റെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ ഇനിയുള്ള ഏറ്റവും പുതിയ വിശേഷം നങ്കൂരം. സാധാരണ പറഞ്ഞാൽ ഫുൾ സ്റ്റോപ്പ് ഇടാൻ വേണ്ടിയുള്ള സാധനമാണ്, പക്ഷെ ചേട്ടന്റെ പുതിയൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിരിക്കും. നമുക്ക് കിട്ടിയേക്കണേ നമ്മുടെ കഴിവ് കാണിക്കാൻ വേണ്ടിയുള്ളൊരു ഇത് ദൈവം ഇപ്പൊ അങ്ങനെ നമുക്ക് തന്നേക്കണം. അപ്പൊ അതിൽ നിന്ന് നമുക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ നമ്മളിവിടെ ഇതായി സ്റ്റക്കായത് കയറി പോകാൻ പറ്റുന്നേ. ഈ നങ്കൂരത്തിന് മുമ്പുള്ള വീഡിയോസ് വരെ ആൾക്കാരുടെ ഭാഗത്ത് ഒരു 50% പോസിറ്റീവ്, അല്ലെങ്കിൽ 50% പോസിറ്റീവ് മാറ്റിയില്ലെങ്കിലും ഒരു 50% എന്തായാലും നെഗറ്റീവ് വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ ചേട്ടൻ വെറും കോമാളിയാണ്, അല്ലെങ്കിൽ ചേട്ടൻ വെറും സ്റ്റഫാണ്, ഇല്ലാണ്ട് ചേട്ടൻ വെറുതെ സമയം കളയാനുള്ള ഇതാണ്,
അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് നെഗറ്റീവ്സ് വരുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരോട് ചേട്ടൻ ഇന്നലെ പ്രതികരിച്ച് കണ്ടിട്ടില്ല. മീൻസ് ഒരു കമന്റിന് റിപ്ലൈ കൊടുത്തോ അല്ലെങ്കിൽ ആർക്കും മറുപടി കൊടുത്തോ ഒന്നും കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ് സൈലന്റ് അറിയോ? ഇപ്പൊ അങ്ങനെ വ്യക്തികൾ വന്നിടും, കമന്റ് ഇടും, നമ്മ തിരിച്ച് അവർക്ക് റിപ്ലൈ കൊടുത്തായാലും അവരെ പ്രൊവോക്ക് ചെയ്യണം. ചിലപ്പോ വേറെ ഒരു രണ്ടാളുടെ അടുത്ത് നിന്ന് വേറെ പറയും, ഇയാളെന്നെ ഇങ്ങനെ കയറി പറഞ്ഞ, അല്ലെങ്കിൽ ഇത്ര ആളുകൾ കാണുന്നതല്ലേ ഇപ്പൊ കമന്റ് ഇടുമ്പോഴല്ല. ഞാനപ്പോ അതൊന്നും കൊടുക്കാറില്ല മോനെ. ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ശ്വാസം മുട്ടി എന്റെ കുപ്പായം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തോരം പണിയെടുത്തിട്ടുണ്ടെന്ന്. ആ വീഡിയോന് അത്രയും വേർത്ത് കാണാൻ മനസ്സിലാവൂല. ബോഡി വെയിറ്റും ഉണ്ട് മനസ്സിലാവും. അപ്പൊ അതിനങ്ങനെ ഡാൻസ് കളിക്കുമ്പോൾ അറിയാം ഞാൻ കഷ്ടപ്പെട്ട് ചെയ്യണം. പിന്നെ അങ്ങനെ ഒരു വിമർശകനായിട്ട് അങ്ങനെ എനിക്ക് താല്പര്യമില്ല. ഒരു ആരെങ്കിലും ചീത്ത പറയണ ആ ഒരു ഇതില്ല. ചില കുട്ടികളുണ്ടല്ലോ ഇതേപോലെ ചീത്ത പറയുന്ന ആളുകളുണ്ട്, അത് കുഴപ്പമില്ല, അത് പറഞ്ഞോട്ടെ. അപ്പൊ കറക്റ്റായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരും. നമ്മളൊരു ഗുണഘോഷിക്കണ പോലെ ഇങ്ങനെ ചെയ്യണം, ഒന്ന് മാറ്റി ട്രൈ ചെയ്യും. അല്ലെങ്കിൽ ഒരു പബ്ലിക്കിന്റെ ഒരു വെറൈറ്റി പോലെ നിന്റെ കോസ്റ്റ്യൂം ഒക്കെ ഒന്ന് ഇതാക്കിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ അത് ഭയങ്കര ഒരു സന്തോഷം വരും. ചേട്ടൻ പിന്നെയും എന്റെ ചോദ്യങ്ങൾ കട്ടി ഞാനിവിടെ ചോദ്യമില്ലാതെ ഇല്ലാത്ത ചോദ്യം ഇനി ഞാൻ ഗൂഗിളിൽ നിന്നൊക്കെ ചോദ്യം കണ്ടുപിടിക്കും. ചോദിക്കാൻ വന്ന കോസ്റ്റ്യൂംസ് തന്നെയാണ്. ഏതെങ്കിലും കോസ്റ്റ്യൂം പറഞ്ഞുകൊണ്ടാണ് ചേട്ടൻ്റെ ഇതിന് അറിയിക്കുക. ചേട്ടന്റെ കോസ്റ്റ്യൂം കാണുമ്പോഴല്ലേ ചേട്ടന്റെ ഡാൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ചേട്ടൻ ഒരുപാട് കേക്ക് പോയിട്ടുണ്ടാകും. കാരണം അത്യാവശ്യം ഒരുപാട് ഡ്രസ്സുകളെല്ലാം വേർതിരിക്കാൻ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഈ എന്തുകൊണ്ടാണ് ഇത്ര ടേക്ക്? ഈ പബ്ലിക് പറ്റില്ല എന്ന് പറഞ്ഞ് വീണ്ടും നെഗ് അടിപ്പിക്കുന്നതുകൊണ്ടാണോ? കാരണം പബ്ലിക്കിന്റെ ഇടയിലാണല്ലോ ഒരുപ്പെട്ട വീഡിയോസ് എല്ലാം പോകുന്നത്. അത് പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും അങ്ങനെ എടുക്കാൻ പറ്റില്ല. പബ്ലിക്കിന്റെ ഇടയിൽ പോയി അപ്പൊ നമുക്കൊരു വൈറലായി ആളുകൾ ഇവനെന്താണ് എപ്പോഴും ഇത് പബ്ലിക്കിന്റെ ഇത് തന്നെ ഇറിറ്റേഷൻ ആവും ഇങ്ങനെ കാണുമ്പോ. അപ്പൊ നമ്മൾ ഇടക്കിടക്ക് ഒരേ ഗ്യാപ്പ് ഒരു ടൈമിൽ ഇട്ട് വല്ലപ്പോഴും ഒരേന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ആ ഒരു മൈൻഡ് ഇപ്പോഴും ഉണ്ടട്ടാന്ന് മാത്രം അത് കണ്ടാൽ മതി ആ ഒരു വീഡിയോ വരുമ്പോ. ബാക്കിയുള്ളതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രീ സ്പേസ് കിട്ടണതാണ് നമ്മുടെ പെർഫോമൻസ് കാണിക്കാൻ. അവിടെ ആളുകളെല്ലാം നോക്കിയിരിപ്പുണ്ട്. കാരണം ഇപ്പൊ രാവണൻ എടുത്ത പേരും അപ്പുറത്തൊരു കരയുണ്ടായിരുന്നു, അവിടെ നിന്ന് ആളുകളൊക്കെ നോക്കി ഒരു ഫ്രെയിമിൽ കാണാൻ നമ്മളെ ജനങ്ങളെ നമ്മ കാണിക്കണില്ല, നമ്മുടെ ഇതില് വീഡിയോയിൽ കാണിക്കണില്ല. അപ്പൊ അന്നേരം ആയാലും രാവണനൊക്കെ എടുക്കുന്ന സമയത്തായാലും ആളുകൾ ഇങ്ങനെ നോക്കിക്കണ ഈ വടിയും പിടിച്ചോണ്ട് ഞാൻ ഇങ്ങനെ നിക്കണേല്ല. കാട്ടുവാസിയാണെന്നാണ് അവിടുത്തെ ഒരു ചേട്ടൻ മുന്നിൽ ചോദിച്ചത്. അപ്പൊ ആ ഒരു ഇതിൽ മെന്റാലിറ്റിയിലായാലും നമ്മുടെ മൈൻഡിലും രാവണൻ ഈ സാധനം മൈൻഡിൽ കയറിക്കണേ എങ്ങനെയെങ്കിലും അടിപൊളി സാധനങ്ങൾ കയറിയുണ്ട് പവറാണ്. അപ്പൊ ആ ഒരു ഇതിൽ അങ്ങനെ നിക്കണായിരുന്നു. പിന്നെ അങ്ങനെ ഭംഗിയായിട്ട് അങ്ങനെ എടുത്ത് ഏതൊരു വീഡിയോയില് ചാക്കൊക്കെ കൊടുത്തൊരു വീഡിയോ തരില്ലേ സ്റ്റാർട്ടിങ്ങില്? കലാമണിച്ചണ്ട നമ്മുടെ ബാംബു ബോയ്സ് അതൊക്കെ ഒരു മറ്റേ നമ്മുടെ അവിടുത്തെ തന്നെ ഒരു എറണാകുളത്ത് ഒരു കാട് പോലത്തെ ഒരു സ്ഥലമുണ്ട്. അപ്പൊ അങ്ങനെ അവിടെ പോയത് മംഗളവനം കേട്ടിട്ടില്ലേ? പിന്നെ അപ്പൊ അവിടെ പോയെടുത്തതാണ്. അല്ല നമുക്ക് ഈ പബ്ലിക്കിന്റെ ഇടയിൽ ചെയ്യുമ്പോ ഉണ്ടല്ലേ പബ്ലിക്കിന്റെ റെസ്പോൺസ് എങ്ങനെയാണ്? കാരണം അവര് സ്റ്റാർട്ടിങ് എങ്ങനെയാണ്? ഇപ്പൊ ആദ്യമൊക്കെ ചേട്ടൻ വീഡിയോ ചെയ്യുമ്പോ ആ ചേട്ടൻ പറഞ്ഞ പോലെ മറ്റേ അപ്പച്ചൻ വന്നിട്ട് പിന്നെ ഭ്രാന്താണെന്ന് ചോദിക്കുമല്ലോ. പിന്നെ കണ്ടതിന് ശേഷം പിന്നെയും വീഡിയോ കണ്ടതിന് ശേഷം ആളുകൾ ഇങ്ങനെ ഒത്തിച്ചിരിക്കാറുള്ളൂ. ഇവിടെ എന്താണ് കാണിക്കണത് വട്ടായോലി അങ്ങനെ പിന്നെ ഭ്രാന്തളെ കൊണ്ട് തന്നെയാണ്. അങ്ങനെ ഒരു ചേച്ചിയൊക്കെ കൂടിയോന്നല്ലേ ഭ്രാന്ത. പക്ഷെ തിരിച്ചും പറയാൻ കേട്ടാ കൊള്ളാട്ടാ. പക്ഷെ മറ്റേ വൺ മാൻ ഷോ ഒരു പാട്ട് തൂക്കും ആ ഇത് കളിച്ചപ്പോ അവിടുത്തെ ചേച്ചി ഇങ്ങനെ എനിക്ക് മെസ്സേജ് അയച്ചാ ചേച്ചി, എടാ നേരിട്ട് കണ്ടപ്പോ ഞങ്ങൾ വേറെ ഒരു കോമഡി കാണിക്കാൻ മനസ്സിലാക്കാൻ നിന്നെ കളിയാക്കിയായിരുന്നു. പക്ഷെ ഇത് വീഡിയോ വന്നപ്പോ കൊള്ളാട്ടടാ നല്ല ഒരു ഭംഗിക്ക്. അതേപോലെ അതിന്റെ കമന്റ് കണ്ടാലറിയാം 3 പേരെയും ചേരാൻ വേണ്ടി ലാൽ സാറിനെയും ഈ നമ്മുടെ കലാമണിച്ചേനെ കൊണ്ടുവന്നിട്ടുണ്ടാന്നൊക്കെ പറഞ്ഞൊരു കമന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ വലിയ കാര്യമല്ലോ. അങ്ങനെ ഇപ്പൊ ഇംപ്രൂവ് ആവുന്നുണ്ട് എന്ന നിലയിലുള്ള കമന്റുകളാണ് വരുന്നത്. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല നമ്മയല്ല വിലയിരുത്തണത്, നമ്മളെ ജനങ്ങളാണ് നമ്മളെ വിലയിരുത്തണത്. നമ്മുടെ ആ ഒരു കമന്റ് അവരുടെ കമന്റും ഇങ്ങനെ ഓരോ പേഴ്സണൽ മെസ്സേജുകളും നമുക്ക് ഇങ്ങനെ കാണുമല്ല. കാരണം നമ്മ ഇങ്ങനെ ഒരു വീഡിയോ നമുക്കറിയാൻ പാടുള്ളത് നമ്മ അങ്ങനെ കഷ്ടപ്പെട്ട് അങ്ങനെ ചെയ്യണം. നമുക്ക് മനസ്സിലാവും നമ്മൾ കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന്. ജനങ്ങളെ കൂടി ഇത് കിട്ടുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാവും. ചേട്ടാ ഇപ്പൊ ചേട്ടൻ പറഞ്ഞു ദുബായിക്ക് പോകാൻ വേണ്ടി നിന്ന ഒരു 3 മാസം ഇടവേളയിലാണ് ഇത് തുടങ്ങിയതെന്ന്. അതിനുശേഷം ദുബായിലേക്കുള്ള പോക്ക് ക്യാൻസൽ ചെയ്ത് ഇവിടെ തന്നെ നിൽക്കുക അല്ലെങ്കിൽ ഇതിന്റെ പുറകെ തന്നെ നിൽക്കുക എന്ന് പറയുന്നത് മണ്ടത്തരമായിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? മണ്ടത്തരമല്ല ഇപ്പോഴല്ല, ഒരു ഹൈ റിസ്ക് ആയിരുന്നു. അതെ അതുകൊണ്ടാണ് ചോദിച്ചത്. അന്നേരം കഴിഞ്ഞാ വീട്ടുകാരെന്നായാലും നമുക്ക് പ്രഷർ അറിയാലോ. അത്രയും അവര് കഷ്ടപ്പെട്ട് അങ്ങനെ ഇതാക്കിയത്. പക്ഷെ ഇപ്പൊ അവർക്ക് സന്തോഷം കേട്ടോ. ഞാൻ അന്നേരത്തെ ആ ഒരു കാര്യം ഞാൻ പറയാം. അപ്പൊ അന്നേരം ആയാലും
എന്റെ വൈഫിന്റെ ഭയങ്കര സപ്പോർട്ടാണ്ടാ. പുള്ളിക്കാരി ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇപ്പോഴും വീഡിയോ എടുക്കുക. പുള്ളിക്കാരിയാണ് എന്റെ ആദ്യത്തെ വീടുകളുടെ ഉള്ളിൽ നിന്നൊക്കെ ഇല്ലേ അങ്ങനത്തെ വീഡിയോ ഒക്കെ എടുത്തൊക്കെ എന്റെ വൈഫാണ് എടുത്തത്. അവളുടെ നിന്നാണ് നമുക്ക് തുടക്കം. നേഹ എന്നാണ് വൈഫിന്റെ പേര്. അതെ, പുള്ളിക്കാരി എന്റെ ജീവിതത്തിലോട്ട് വന്നപ്പോഴാണ് ഇങ്ങനത്തെ ഓരോ ഉയർച്ചകൾ നമുക്ക് കിട്ടിയത്. പുള്ളിക്കാരിയായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട്. എനിക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട് എന്റെ ഭാര്യയുടെ അടുത്ത്. അങ്ങനെ ഇപ്പൊ ജോലി എടുത്തായാലും ചേട്ടാ പറഞ്ഞു, ചേട്ടക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനാണ് പറയണത്. ചേട്ടാ ജോലി കൂടെ പോട്ടെ, ചേട്ടൻ എന്തായാലും ഇത് നിർത്തരുത്, മുന്നോട്ട് പോകും, പുതിയ ഇത് സംഭവങ്ങൾ ചേട്ടാ ചെയ്യും. അങ്ങനെ എന്നെ പുഷ് ചെയ്ത് വിടുന്നതും ബാക്കി ഏതൊരു വിജയത്തിന്റെ പുറകിൽ ഒരു പെണ്ണുണ്ടെന്ന് പറയില്ലേ, അതെന്റെ ഭാര്യയാണ്. ഈ അമലിന്റെ പുറകെ ഈ അമലിന്റെ വിജയത്തിന്റെ പുറകിലുള്ളത് ആ നേഹ എന്ന് പറയുന്ന വൈഫാണ്, ദേവതയാണ്, മാലാഖയാണ്. അതെ. ഇത് എപ്പോഴും ചേച്ചിയോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറയാറുണ്ടല്ല, എപ്പോഴും ഞാൻ പറയുന്നത് നമുക്ക് ഇങ്ങനെ ഒരു ഇതൊക്കെ കിട്ടിയത്, അങ്ങനെ ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പൊ ചേച്ചി എന്താ തിരിച്ചു പറയാറ്? ഒന്ന് പോയേട്ടോ ചേട്ടൊക്കെ മയ്യൊക്കെ എല്ലാം ചെയ്താൽ മതി എന്നാണ് പറയണത്. അത്ര അങ്ങനെ നാണം വരുന്നില്ലേ? അല്ല, അങ്ങനെ ആവശ്യമായിക്കോളൂ. പുള്ളിക്കാരി അടിപൊളി മൈൻഡാണ്, അങ്ങനെ സപ്പോർട്ടിങ് മൈൻഡാണ്. അത് കാരണമുള്ളപ്പോ നമുക്ക് ഇങ്ങനെ ഒരു കിട്ടി. നമ്മുടെ നട്ടല്ലെന്ന് പറയണത് പുള്ളിക്കാരിയാണ്. അല്ലെങ്കിൽ എന്റെ അപ്പനെ അമ്മയായാലും ഇത്തിരി വശപ്പശൊക്കെ അന്നേരമൊക്കെ ആയി. കാരണം ഇങ്ങനെ ആ ഒരു ജോലിയൊക്കെ ഇതായിട്ട് ഇത് ഫോക്കസ് ചെയ്ത് ഇത് എന്ത് കിട്ടാനാണെന്ന് ചോദിക്കണം. പക്ഷെ ഇപ്പൊ ഒരു നായകനായിട്ട് വന്നപ്പോണ്ടല്ല, അപ്പൊ നമ്മക്കും ഒരുപാട് സന്തോഷമായി. കാരണം അത്രയും ഞാൻ റിസ്ക് എടുത്തിട്ടുണ്ട്. ഞാൻ കരയാറുണ്ട്, ഒരുപാടൊക്കെ ഞാൻ കരയാറുണ്ട്. അറിയോ എന്തിനാ? ഞാൻ ചങ്കോട്ട് ഞാൻ കരയാറുണ്ട്. കാരണം ഓരോ ഇത് അത്ര നമ്മ വെയിറ്റ് ചെയ്യണേ, ഓരോ രക്ഷപ്പെടാൻ വേണ്ടി. അറിയാലോ ഇന്നത്തെ ഒരു മേഖലയിൽ ഒരു ജോലിയുടെ ഒരു ഇമ്പോർട്ടൻസ് അറിയാലോ. നമുക്ക് പഠിപ്പില്ല, വിദ്യാഭ്യാസം ആകെ +2 മാത്രമുള്ള. അത് നമ്മ തോറ്റിട്ട് നമ്മൾ കഷ്ടപ്പെട്ടത് എഴുതി അങ്ങനെ കളിയാക്കലുകളിലൂടെ അങ്ങനെ ആ ഒരു വാശി കയറി അങ്ങനെ പാസ്സായതാണ്. അത് മാത്രമുള്ള എന്റെ കയ്യിൽ. പിന്നെ എനിക്ക് ഡ്രൈവിങ്ങിന്റെ ഇത് അറിയാം, ഓട്ടോ ഡ്രൈവർ ആയിരുന്നു ഞാൻ. തിരിച്ച് ഡ്രൈവിംഗിലോട്ട് പോയാലും ഞാൻ ഇടയ്ക്ക് ഞാൻ വണ്ടിയൊക്കെ ഞാൻ ഓടിക്കാൻ പോകാറുണ്ട്. അത് ചെയ്യുമ്പോൾ ഞാൻ അത് ചെയ്യും. പക്ഷെ ഇങ്ങനെ ഒരു മേഖല കിട്ടിയിട്ട് പെട്ടെന്ന് കിട്ടിയതാണ് ആളുകളുടെ ആ ഒരു അറ്റൻഷനും പിന്നെ ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇത് കിട്ടണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ ആ ഒരു സിനിമയിൽ ആ ഒരു ഇതും കിട്ടി. അതേപോലെ തന്നെ നമുക്ക് പറവൂർ ബസ് സ്റ്റാൻഡിൽ ഡാൻസ് കഴിഞ്ഞപ്പോ തന്നെ ദോസ്തിന്റെ ഡിസ്ട്രിബ്യൂട്ടറായ സജിത് കൃഷ്ണൻ സാറാണ് വിളിക്കണം ആദ്യം നമ്മൾ. ഫസ്റ്റ് അത് കഴിഞ്ഞ് സാറ് പറഞ്ഞ് ഇങ്ങനെ നേരിട്ട് കാണണം, നിങ്ങൾക്ക് ഇങ്ങനെ നേരിട്ട് കാണണം. ഞാനപ്പോ എന്താണെന്ന് കരുതിയാ ദൈവം വല്ല പ്രശ്നമായ അന്നേരം വിളിക്കണല്ലോ. നമുക്ക് എന്താണെന്ന് അറിയില്ല, ഇതിന്റെ മെയിൻ ആളുകളാണ്, നമ്മൾ മെയിൻ സാർമാരാണ്. അപ്പൊ പിന്നെ ഞങ്ങൾ അങ്ങനെ സംസാരിച്ചിങ്ങനെ നേരിട്ട് കാണണം എന്ന് പറഞ്ഞ് അപ്പോഴാണ് ആ ഫിലിം പ്രൊഡ്യൂസറായ രവി കൊട്ടാരക്കര സാറിനെ പോയി കാണുന്നത്. അപ്പൊ സാറ് പറഞ്ഞു, അപ്പൊ സാറിന് ഒരുപാട് ഇഷ്ടമായി. എന്താണ് അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇങ്ങനെ ഈ പാട്ട് സെലക്ട് ചെയ്യാൻ എന്താണ് കാരണം? ഞാൻ പറഞ്ഞു സാർ ഇങ്ങനെ ഒരു കോമഡി പാട്ടാണ്. അപ്പൊ അങ്ങനെ ആ കോമഡിയായി. പിന്നെ കലാമണിച്ചേണ്ട ആ ഒരു ഇതും കൂടി കണ്ടിട്ടാണ് ഞാൻ എന്റെ ഒരു സ്റ്റെപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ വീഡിയോ ചെയ്തത്. അപ്പൊ സാറിന്റെ പടത്തിലും ഒരു വേഷം തരാന്ന് പറഞ്ഞു. അപ്പൊ അതിനുവേണ്ടി കാത്തിരിക്കുന്നുണ്ട്. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. അത് മുന്നോട്ട് നല്ല അടിപൊളിയായിട്ട് കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോ ചേട്ടൻ പറഞ്ഞു കരഞ്ഞു. ഇപ്പോ വീഡിയോസ് എല്ലാം വൈറലാണ്, അല്ലെങ്കിൽ ഇപ്പൊ അത്യാവശ്യം കൊളാബിംഗ് വർക്കുകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ വർക്കും കാര്യങ്ങളും വരുന്നുണ്ട്. എന്നിട്ട് ചേട്ടൻ പറഞ്ഞു ചേട്ടൻ പലപ്പോഴും ചങ്കൂട്ടി കയറിയിട്ടുണ്ടെന്ന്. വർക്ക് എന്ന് പറഞ്ഞാലേ ഇങ്ങനെ കൊലാബറേഷൻ പ്രൊമോഷൻ അങ്ങനെ എടുക്കാറില്ല. ഞാൻ പറഞ്ഞില്ലേ എന്റെ ആ ഒരു വേർപ്പ് എന്ന് പറഞ്ഞില്ലേ, അത് അത്രയും ഞാൻ നീറി ചങ്കൂട്ടി ആ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ചെയ്യണത്. അത്രയും മൈൻഡിൽ ഉൾക്കൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണത്. അതാണ്. അപ്പൊ ഇങ്ങനെ ഓരോ വീഡിയോയിലും ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കും, ആരെങ്കിലും ഒക്കെ ഒന്ന് വിളിക്കണേ, നമ്മളൊന്ന് രക്ഷപ്പെടുത്തണേ. നമ്മൾ സാധാരണക്കാരല്ലേ നമ്മളൊന്ന് ചിന്തിക്കാം. അങ്ങനെയാണ് ആ ഒരു ഇത് വരുന്നത്. പിന്നെ ഇടക്ക് ഇങ്ങനെ ഒരു പ്രഷർ ഉണ്ടല്ലോ, മറ്റേ ജോലിയും അങ്ങനെ ഇതായി കളഞ്ഞ് അപ്പൊ വീട്ടിൽ നിന്നായാലും ഇടക്ക് അങ്ങനത്തെ ഒരു ഇതൊക്കെ കേൾക്കോല. പിന്നെ ഇടക്കായാലും ഞങ്ങക്ക് ഫിഷിന്റെ ചെറിയൊരു പരിപാടി, മീനിന്റെ കച്ചവടം, അങ്ങനെ ആ ഇതിൽ ഇടക്ക് അങ്ങനെ കയറി ആളുകൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണല്ലേ, നീക്ക് എന്ത് പണിയുണ്ടാ, നല്ല പണിയുണ്ടാകുന്നില്ല സോഷ്യൽ മീഡിയയിൽ നീയൊക്കെ എന്ത് കാണിക്കാൻ തോന്നി, പിന്നെ ആരും ഇനി മൈൻഡ് അങ്ങനെ കുത്തുവാക്ക് വരെ പറഞ്ഞ ആളുകളുണ്ട്. നമുക്കത് ഭയങ്കര വിഷമമായത്. അപ്പൊ നമ്മ തിരിച്ചൊന്നും പറയാറില്ല, എല്ലാം കേട്ട് ഉള്ളിൽ വെച്ചോണ്ടിരിക്കും. എന്നിട്ട് മാറിയാ കരയും. അതാണ് ഞാൻ കരയണം. ആരും കാണാണ്ട് ഞാൻ കരയും. ഞാൻ ഭാര്യനെ വിളിച്ചാലും കരയും. ഈ ചങ്കു കണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ് മനസ്സ്. അപ്പോഴും പുള്ളിക്കാരി പറയുന്നത് ചേട്ടാ മുന്നോട്ട് പോയേട്ടെ, മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞാൽ ആവും ഒരു ഉദ്ദേശമുണ്ട്. അതാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. നന്ദി പറയാനുള്ളത് സഫാൻ ഫാസിന്റെ അടുത്താണ്. കാരണം ബ്രോയാണ് അതിൽ നമ്മൾ സെലക്ട് ചെയ്തത്. ഏകദേശം 46 ലക്ഷം പേര് കണ്ടതാണ് ധൂൾ സിനിമയുടെ പാട്ട്. അപ്പൊ അങ്ങനെ ബ്രോ സെലക്ട് ചെയ്ത് അതിൽ തന്നെ ഒരു നായകനായിട്ട് നമ്മളങ്ങനെ കാസ്റ്റ് ചെയ്ത് റെഡിയാക്കി തന്നു. അതിന്റെ ദൈവഭാഗ്യം.
അപ്പൊ ഇപ്പോഴാണ് ഫാമിലി എല്ലാം കൂടെ ഒന്ന് എന്തെങ്കിലും ഇപ്പൊ മനസ്സിലായി ഒരു തുടക്കം കിട്ടാൻ ഭയങ്കര പാടാണ് ബ്രോ. നമ്മ പറഞ്ഞ പോലല്ല ഏത് മേഖലയിലായാലേ നമ്മുടെ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം ഇല്ല, മനസ്സിലായി, നമുക്ക് പഠിപ്പ് കുറവാണേ, എന്ത് ചെയ്യണമെന്ന് നമുക്ക് അറിയാൻ പാടില്ല. ഒന്നുമില്ലെങ്കിൽ ഞാൻ നേരെ ഡ്രൈവിംഗിന്റെ ഇതിനെ കയറിയെന്നാ പോകും, അത്ര തന്നെ. പക്ഷെ എന്നാലും ഇതിന്നൊരു പ്രതീക്ഷയുള്ള ബ്രോ, നമുക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോ ഇതിൽ നിന്ന് എന്തെങ്കിലും ഒന്നും ഇത്ര നാള് കാത്തിരുമ്പോയാലും ഒന്നും കിട്ടണില്ലല്ലോ ഈശ്വര, ഒന്നും ഒരു ഇത് കറക്റ്റായിട്ട് വന്നില്ലല്ലോ. സിനിമയുടെ ഇത്ര കാലയളവൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റില്ല. സാർമാര് വിളിച്ചിട്ടുണ്ട്, പക്ഷെ അതിനെല്ലാത്തിനും അതിന്റേതായ സമയമുണ്ടെന്നാണ് സാർമാര് പറഞ്ഞത്. അപ്പൊ ഈ ആളുകളുടെ പ്രഷറാണ് നമുക്ക്. കുട്ടുവാക്കുകൾ ഇപ്പൊ അമ്മ അടുത്തൊന്നായാലും ഓരോന്നൊക്കെ ഇങ്ങനെ പറയും, അങ്ങനെ ഇപ്പൊ ഹാപ്പിയാണ് അപ്പൊ അങ്ങനെ ആ ഒരു ഇത് ചെയ്തപ്പോ ഇപ്പൊ എന്റെ കൂട്ടുകാരന്മാർക്കൊക്കെ ഞാൻ വീഡിയോ വെച്ചു കൊടുത്തു, എടാ നീ ഇത്രയും കഷ്ടപ്പെട്ടല്ല, ഞങ്ങൾ കാണണ്ടാ, നിനക്ക് ഇങ്ങനത്തെ ഒരു സംഭവം കിട്ടിയില്ലേ, വലിയ കാര്യമാണ്, നീ ഇനി മുന്നോട്ട് കത്തിക്കേറി പോകുന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് കേട്ടപ്പോ പിന്നെയും കരഞ്ഞു. ഒരു ഉന്മേഷവും കിട്ടി, ആ കരച്ചിൽ ഒരു ഉന്മേഷം വരും. അന്നേരം ഇതുപോലെ തന്നെ ചേച്ചിനെ വിളിച്ചു പറഞ്ഞോ, അന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയവരൊക്കെ ഇപ്പൊ അങ്ങനെ അന്വേഷിക്കോല, അങ്ങനെ ചോദിക്കോല, എന്താണ് ഒരു പടത്തിന്റെ ഒരു ഇത് ഇങ്ങനെ ഒരു റീലായിട്ട് എല്ലാരും കാണണ്ടേ ഇങ്ങനെ റീലുകളെ. അപ്പൊ അങ്ങനെ കണ്ടോ, അങ്ങനെ ഇപ്പൊ എല്ലാവരും വായൊക്കെ പയ്യപ്പി ഇതായി വന്നു, അടഞ്ഞു തുടങ്ങിയപ്പോ ഹാപ്പിയായി. ഒരു മധുര പ്രതികാരം പോലെ അല്ലേ? അങ്ങനെ ഇതായിക്കോട്ടെ, എന്തായാലും നമ്മ വേദനിച്ച് നമ്മുടെ ഉള്ളിലുണ്ട്. അല്ല അതിപ്പോ ചെറിയൊരു ആശ്വാസമുണ്ട്, ഇങ്ങനെ ഒരു സ്റ്റാർട്ട് കിട്ടിയല്ലോ. ചേട്ടന്റെ പണ്ട് നെഞ്ചി കിട്ടിയ മുറിവുള്ള ആദ്യത്തെ മരുന്നാണ് നങ്കൂരം. ഇത് നല്ലൊരു ഹിറ്റായിട്ട് ഇനി നമ്മള് നങ്കൂരത്തിന്റെ ഹിറ്റ് ആഘോഷിക്കുന്ന ഇന്റർവ്യൂവിൽ നമ്മൾ വിളിക്കുന്ന സംസാരിക്കാൻ അങ്ങനെ അവസരം ഉണ്ടാവട്ടെ. ഞാൻ വിളിക്കും, വരണം. അല്ല ഇനി വിളിക്കുമ്പോ ചേട്ടാ ഞാനൊന്ന് ഇന്റർവ്യൂ ഏതാണ് നീ ചോദിക്കരുത്. അത് വേറെ ആളുകളൊക്കെ പറയിക്കോട്ടെ, കൂട്ടല്ലേ നിങ്ങൾ എന്ത് വിളിച്ചാലും ഞാൻ കൂടി വന്നിരിക്കും, അത്രേ ഉള്ളൂ. അപ്പൊ ചേട്ടൻ എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാവിധ ഉയർച്ചകളിലേക്ക് എത്തണ്ട. നമുക്ക് കാണാം. താങ്ക് യു.